ഒറ്റത്തവണ പണം നിക്ഷേപിച്ചാൽ ഉയർന്ന പലിശയും 10 ഇരട്ടി പണവും തിരികെ ലഭിക്കും. ഹൈറിച്ച് അംഗത്വമെടുത്താൽ ഓൺലൈൻ ഷോപ്പിംഗിലൂടെ 30% വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും. HR OTT തട്ടിപ്പ് തുടങ്ങി കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു ഹൈറിച്ചിൻ്റേത്. തൃശൂർ ആസ്ഥാനമായി ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉടമകൾ KD പ്രതാപനും ഭാര്യ സീന പ്രതാപനുമായിരുന്നു. ആദ്യഘട്ടത്തിൽ പണം കൃത്യമായി ആളുകൾക്ക് തിരികെ നൽകി. എല്ലാ തട്ടിപ്പിനെയും പോലെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാതായതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി. പരാതികൾ ഉയർന്നതോടെ അന്വേഷണവും ആരംഭിച്ചു. 3000 കോടി രൂപയിലധികമാണ് ഹൈറിച്ച് തട്ടിപ്പിന്റെ വ്യാപ്തി. പല ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയാൻ പല നിക്ഷേപകരും തയ്യാറാകുന്നില്ല. അവരിപ്പോഴും പ്രതീക്ഷയിലാണ്, തങ്ങളുടെ പണം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ. 1 ലക്ഷത്തിലധികം ആളുകളിൽ നിന്ന് കമ്പനി പണം സ്വരൂപിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണക്ക്. ഇതിനു പുറമെ സ്വന്തം OTT-ആയ HR OTT-യിൽ വരിക്കാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടിയും കോടികൾ തട്ടി. വ്യാജ ക്രിപ്റ്റോ കറൻസി, ഹവാല ഇടപാടുകൾ എന്നിവയെല്ലാം സംബന്ധിച്ച് ED അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉടമകളുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. 3100 കോടി രൂപയിലധികമുള്ള തട്ടിപ്പിൽ ഇനിയും അന്വേഷണം അവസാനിച്ചിട്ടില്ല. ED-യുടെ അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കാനുണ്ട്. സ്ഥാപനയുടമയായ KD പ്രതാപൻ ഇപ്പോഴും ED-യുടെ കേസിൽ ജയിലിൽ കഴിയുകയാണ്. എന്നാൽ ഇപ്പോഴും പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ളവർ ഒട്ടേറെയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.